മലക്കപ്പാറയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചു. ബേബി രാധിക ദമ്പതികളുടെ മകൻ രാഹുലിനെയാണ് പുലി പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചത്. രാത്രി 2 മണിയായപ്പോഴത്തേക്കും അത് എന്തുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലി ഇങ്ങനെ സ്ഥിരം നടക്കണ്ടായിരുന്നു. അതിലൂടെ ഇന്നലെ രാത്രി ഇത് കയറി വന്നു. രാത്രി കയറി വന്നു കഴിഞ്ഞിട്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്, പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. കുട്ടിയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. മുതുകിൽ ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട്. തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടോ? വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചതിന് ശേഷമാണ് അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഇവരുമായൊക്കെ സംസാരിക്കുമ്പോൾ മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? നേരത്തെ പുലി അതുവഴി നടക്കുന്നുണ്ടായിരുന്നു. അത് സ്ഥിരമായി ഈ വന്യജീവി ഭീഷണിയുള്ള സ്ഥലമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അതിനൊപ്പം ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പുതിയ വിവരം എന്താണ്? അതായത് ഇവർ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വീരാങ്കുടി കോളനിയാണ്. അവിടെ ഈ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായി. അങ്ങനെ ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതിനെ തുടർന്ന് ഇവർ അവിടെ നിന്ന് മാറി താമസിക്കുകയാണ് നിലവിൽ. ഇവരുടെ സ്ഥിരതാമസമൊക്കെ തന്നെ അവിടെയാണ്. ഈ മഴക്കാലമായതോടുകൂടി ഇത്തരത്തിൽ ഈ പ്രദേശത്ത് മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അവർ ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനോട് അടുത്തുള്ള തേയിലത്തോട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ താൽക്കാലിക ഷെഡ് കെട്ടി അവിടെ താമസിക്കുന്നത്. പക്ഷേ ഈ മേഖലയിലൊക്കെ തന്നെ ആനയുടെ സാന്നിധ്യവും പുലിയുടെ സാന്നിധ്യവും ഒക്കെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ഇത് അറിയാവുന്നതാണ്. ഈ തീയൊക്കെ കൂട്ടിയിട്ടാണ് ഇവർ അവിടെ സ്ഥിരമായി താമസിക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ 2:30 ഈ ഇവർ താൽക്കാലികമായി കിടന്നിരുന്ന ആ ഒരു ഷെഡിനകത്ത് നിന്ന് കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്തായാലും കുഞ്ഞിന് വലിയ പരിക്കുകളില്ല. പക്ഷേ ഇപ്പോൾ വിശദമായി പരിശോധന ആദ്യം ടാറ്റ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. ഈ സംഭവം നടന്നതിന് തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിൽ. അതിനുശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ പരിക്കുകൾക്ക് ആദ്യഘട്ട, അതായത് പ്രാഥമികമായുള്ള ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ക്ഷതമേറ്റിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു സംശയമുണ്ട്. ആ സംശയം അത് മറ്റൊരു തരത്തിലും കുഞ്ഞിന് പ്രശ്നങ്ങളില്ല എന്നൊന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ശരി.